ബിഗ് ബോസ് മലയാളം സീസൺ 7 എല്ലാവരും എപ്പിസോഡൊക്കെ കണ്ടു കാണും. എപ്പിസോഡിൽ മുക്കേണ്ടതൊക്കെ ശരിക്കും മുക്കിയിട്ടുണ്ട്. എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമ്മളെല്ലാവരും ലൈവ് കണ്ടവർക്ക് എല്ലാവർക്കും കാര്യം മനസ്സിലായി കാണും. വേറൊന്നുമല്ല, അനുമോള് ഇന്ന് നോമിനേഷൻ നടന്നപ്പം കുറച്ച് കാര്യങ്ങൾ വെട്ടി തുറന്നങ്ങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കൃത്യമായിട്ട് വെട്ടി കളഞ്ഞിട്ടുണ്ട്. അതിനു മുമ്പ് ഇന്ന് ക്യാപ്റ്റൻസി ടാസ്ക് കൊടുക്കും എന്നൊക്കെയാണ് നമ്മളൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നത്. ഒരു ടാസ്കും കൊടുത്തില്ല. ബിഗ് ബോസ് നോക്കിയപ്പം, അല്ലെങ്കിൽ ഈ വെളുപ്പിക്കാൻ വെക്കുന്നവരെ ഒന്ന് വെളുപ്പിച്ചെടുക്കണമല്ലോ, അപ്പൊ അതിനുവേണ്ടിയുള്ള വൈറ്റ് വാഷിംഗ് ഒക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എപ്പിസോഡുകളിലാണെങ്കിലും ലൈവിലാണെങ്കിലും. പിന്നെ ലൈവിൽ കുറെ സത്യങ്ങളൊക്കെ വെളി വരുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. ലൈവിൽ എല്ലാം വെട്ടി തുറന്ന് പറയുന്നതെല്ലാം കേൾപ്പിക്കുകയും അല്ലെ കാണിക്കുകയും ചെയ്യുകയും എപ്പിസോഡ് വരുമ്പോൾ അത് കട്ട് ചെയ്യുന്നതിൻ്റെയും കാര്യം മനസ്സിലാവുന്നില്ല. എന്തായാലും ഇതൊക്കെ ജനങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ലൈവാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ കൂടുതൽ ലൈവ് ശ്രദ്ധിക്കുന്നുണ്ട്. അതുപോലെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ കട്ടിങ്സ് ഒക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ട്. എല്ലാവരും ഇതൊക്കെ കാണുന്നുണ്ട്. അപ്പം ആരെയും വിഡ്ഢികളാക്കാൻ പറ്റത്തില്ല എന്ന് ആദ്യം മനസ്സിലാക്കുക ബോസണ്ണ. അക്ബറിന് അവിടെ ക്യാപ്റ്റൻ ആകാൻ പറ്റത്തില്ല. കാരണം എതിരെ കളിക്കേണ്ടി വരുന്നത് നിവിന്റെയും ആര്യന്റെയും കൂടെയാണ്. എന്തായാലും ടാസ്കിനെ ബേസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആര്യനെ വെട്ടാൻ ഈ രണ്ടു പേർക്കും പാടാണ്. അതുപോലെ തന്നെ ആര്യനെ വെട്ടിയാലും നെവിനെ വെട്ടാനും അക്ബറിന് പാടാണ്. അപ്പൊ ഇവരുടെ മുന്നിൽ കളിച്ച് അക്ബറിന് ഇനി ക്യാപ്റ്റൻ ആകാൻ പറ്റത്തില്ല. ഇനി രണ്ടാഴ്ചയുള്ളൂ. അക്ബറിനെ ഒന്ന് സന്തോഷിപ്പിക്കണമല്ലോ. അതാണല്ലോ മിക്കവാറും നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം. അപ്പൊ എന്ത് ചെയ്തു? 3 പേരെ അങ്ങ് ക്യാപ്റ്റനാക്കി. എന്നുവെച്ചാൽ അക്ബർ മോന് തന്നെ കളിച്ചൊന്നും ജയിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ അവിടെ എപ്പോഴാണ് തന്നെ കളിച്ചിട്ടുള്ളത്? ഗ്രൂപ്പിസം ആണല്ലോ. പുള്ളി വന്ന അന്ന് മുതൽ ഗ്രൂപ്പ് ചേർത്ത് ആൾക്കാരെ വെച്ച് അവരെ മുന്നിൽ നിർത്തി കളിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. നല്ലൊരു ടാസ്ക് ജയിക്കാനോ നല്ലൊരു ടാസ്ക് കളിക്കാനോ ഒന്നും പറ്റിയിട്ടില്ല. പക്ഷെ അതിലും നല്ല ബെറ്റർ ആയിട്ട് ഇപ്പോൾ അനുമോള് നല്ല ടാസ്കും കളിക്കുന്നുണ്ട്, ഗെയിമും കളിക്കുന്നുണ്ട്. ഇവരെല്ലാം പക്ഷെ കുറ്റം പറയുന്നത് അനുമോളെ. അതുപോലെ തന്നെ ഷാനവാസ് പറ്റുന്നിടത്തോളം ഒക്കെ കളിക്കുന്നുണ്ട്. പിന്നെ പുള്ളിയുടെ ചെയ്യാത്തത് കൊണ്ടാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു അറ്റാക്ക് കഴിഞ്ഞങ്ങാണ്ടിരിക്കുന്ന ആളാണ്. അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എല്ലാം ഈ പറയുന്ന ഷാനവാസിനുണ്ട്. അതൊക്കെ. പക്ഷെ ഇത്രയും ആരോഗ്യവാനായി തിന്നു കൊഴുത്ത് മാത്രം ബീൻ ബാഗിൽ ഇരിക്കുന്ന അക്ബറിന് ഒരു ടാസ്ക് പോലും മര്യാദയ്ക്ക് കളിക്കാൻ പറ്റത്തില്ല എന്ന് ബിഗ് ബോസിന് കൃത്യമായിട്ട് അറിയാം. പിന്നെ ബിഗ് ബോസ് ആണെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു ടോപ്പ് 5 എത്തിക്കണമല്ലോ. എന്ന് വെച്ചാൽ കൂട്ടുകാരൻ, അത്രയ്ക്ക് അടുത്തൊരു കൂട്ടുകാരനാണല്ലോ ഈ ഷോ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അക്ബറിനെ ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയും അക്ബറിന് ഇനി ക്യാപ്റ്റനാകാൻ പറ്റത്തില്ല എന്നുള്ള ആ സങ്കടം മാറ്റാൻ വേണ്ടിയുമാണ് അങ്ങനെ ടാസ്ക് കൊടുക്കാതെ 3 പേരെയും ക്യാപ്റ്റനായി പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്തുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം അനുമോളൊക്കെ വന്നപ്പം ഈ 3 പേരെയും ക്യാപ്റ്റനായിട്ട് പ്രഖ്യാപിക്കാതിരുന്നത്? അല്ലെങ്കിൽ മറ്റൊരു വിഭാഗം പറയാം, ഇവർ 3 പേരും കൂടെ അവിടെ കിടന്നങ്ങ് തല്ലുകൂടും, അതിനുവേണ്ടി ബിഗ് ബോസിന്റെ മൈൻഡ് ഗെയിം ആണ് ഇതെന്ന്. ഒരിക്കലും അല്ല. ബിഗ് ബോസിന് അറിയാം, ഈ നെവിനാണെങ്കിലും ആര്യനാണെങ്കിലും അക്ബർ ആണെങ്കിലും ഇവരൊന്നും വഴക്കും ഉണ്ടാക്കാൻ പോകുന്നില്ല, പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ പോകുന്നില്ല. അവരൊരു അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങ് പോകും. ഇവർക്കെല്ലാം ഒരേ ഒരു ടാർഗറ്റേ ഉള്ളൂ, അനുമോൾ. പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് എന്റെ വീഡിയോയിൽ, കാറിൽ വെളിയിൽ പോയിട്ട് വന്ന് തിരിച്ചു വന്ന അക്ബറിനെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നുള്ളത്. വെച്ചാൽ അനുമോൾക്കെതിരെ ഇങ്ങനെയൊന്നും അല്ല അക്ബർ പ്രതികരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം സൈലന്റ് ആയിട്ട് കുറച്ചൊക്കെ ഒന്ന് മാറി നിന്ന് പ്രതികരിക്കുന്ന ഒരു അക്ബറിനെ നമുക്ക് കാണാൻ കഴിയും. എന്ന് വെച്ചാൽ സംശയം തോന്നാനും പാടില്ല. പക്ഷെ 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് നേരെ നോക്കിക്കോണം, അനുമോൾ അവിടെ എന്ത് കാണിച്ചെന്ന് പറഞ്ഞാലും അനുമോളെ ഒന്നും പറയാൻ പോകുന്നില്ല. എന്ന് വെച്ചാൽ അനുമോൾക്കാണ് സപ്പോർട്ട്. നീ അനുമോളുമായിട്ട് കൂടുതൽ ബലം പിടിച്ച് നിൽക്കണ്ട എന്നുള്ളത് കൃത്യമായിട്ട് ബോസെണ്ണം പറഞ്ഞു വിട്ടിട്ടുണ്ട് വെളിയിൽ നിന്ന്. അതുപോലെ തന്നെ ഇന്ന് നോമിനേഷനിൽ അക്ബർ പറഞ്ഞ പേരാണ് ആദില നൂറ. ഈ 2 പേരുമാണ് പറഞ്ഞത്. സാധാരണ അങ്ങനെ അല്ല, അനുമോളുടെ പേര് പറയേണ്ടതാണ്. പറഞ്ഞില്ല. ഇത്രയും അനുമോളോട് ഇത്രയും ദേഷ്യവും, അല്ലെങ്കിൽ അനുമോള് ആ ടാസ്കിൽ എന്നോട് ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഉണ്ടായിരുന്നു. പുള്ളിയുടെ ഇത് വെച്ച് നോക്കുവാണെങ്കിൽ അനുമോളെ ഈ ആദിലെ നൂറേക്കാൾ കൂടുതൽ അനുമോളെ നോമിനേറ്റ് ചെയ്യാനുള്ള റീസൺസ് പുള്ളിക്കുണ്ടായിരുന്നു. പക്ഷെ പുള്ളി അത് ചെയ്തില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാവും ബോസൺ ആ കളിയൊക്കെ. എന്ന് വെച്ചാൽ കാറിൽ കൊണ്ടുപോയി, മാരുതിയുടെ കാറിൽ കൊണ്ടുപോയി എല്ലാം പറഞ്ഞു കൊടുത്ത് തിരിച്ചു കൊണ്ടുവരുന്നപ്പം നമുക്ക് സംശയം തോന്നാനും പാടില്ല. എന്നാൽ അക്ബർ മാറിയിട്ടുമില്ല, പയ്യെ മാറുന്ന പോലെ കാണിക്കുകയും ചെയ്യാം. എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായല്ലോ ക്യാപ്റ്റൻസി എങ്ങനെയാണ് 3 പേർക്കും കിട്ടിയെന്നുള്ളതും അതിൽ ഒളിഞ്ഞിരിക്കുന്നത് എന്താണെന്നുള്ളതും. ഇത് തന്നെയാണ്. അല്ലാതെ അവിടെ 3 പേരെ 8 പേർക്ക് വേണ്ടിയിട്ട് 3 പേരെ ക്യാപ്റ്റനാക്കി വെച്ചേക്കുന്നത്. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമല്ലേ. അതുപോലെ തന്നെ നോമിനേഷന്റെ കാര്യം ഞാൻ പറഞ്ഞത്, എന്തായാലും ഇരുട്ടത്ത് കിട്ടിയ അടിപൊളി ആയിപ്പോയി. അനുമോൾ ഇന്ന് ബോസണിനെ തകർത്ത് തരിപ്പണമാക്കി. അതുപോലെ തന്നെ ലാലേട്ടനും അത്യാവശ്യം കിട്ടേണ്ടത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പൊ അനുമോളെ ഇവരിന് എന്ത് ഇതിന്റെ ബേസിൽ പുറത്താക്കി എന്ന് പറഞ്ഞാലും അനുമോൾ പറയേണ്ടത് അവിടെ പറയുന്നുണ്ട്. അതെന്തായാലും സമ്മതിച്ചേ പറ്റൂ. ആ തന്റെ ഇടം എന്തായാലും സമ്മതിക്കുന്നത്. നമ്മൾ വെളിയിലിരുന്ന് പറയുന്നുണ്ട് അവിടെ അക്ബറിനും ആര്യനും നവീനും ഒരു ഫേവറിസം അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത്.
100ൽ ഒരു 90% റിവ്യൂവേഴ്സും 95% റിവ്യൂവേഴ്സും ഇതെല്ലാം പറയുന്നുണ്ട്. ബാക്കി ഒരു 5% മാത്രമേ ഉള്ളൂ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞ് വെളുപ്പിക്കാൻ നടക്കുന്നത്. എന്ന് വെച്ചാൽ ചാനലൊക്കെ കയറി ഇരുന്നുകൊണ്ട് എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട്. എന്താന്ന് വെച്ചാല് അവിടെ PR കൊടുത്തിട്ടാണ് എല്ലാവരും കളിക്കുന്നത്. അനിമൽ ഒരു ഗെയിമറാണോ? ഗെയിമർ എന്ന് പറഞ്ഞാൽ ആരാണ്? ആര്യൻ, അക്ബർ, ഇവരൊക്കെയാണ് അവരുടെ കണ്ണിൽ ഗെയിമേഴ്സ്. മറ്റൊന്നുമല്ല, ഇവരാണ് ഇതിന്റെ ലാസ്റ്റ് വാക്ക്. ഈ ചാനലിലൊക്കെ വന്നിരുന്നുകൊണ്ട് ഘോരം പ്രസംഗിക്കുന്ന ഇവരാണല്ലോ ബിഗ് ബോസിന്റെ ലാസ്റ്റ് വാക്ക്. ഏറ്റവും കൂടുതൽ PR പണി നടത്തിക്കൊണ്ടിരിക്കുന്ന പുള്ളിക്കാരിയാണ് അവിടെ പോയിരുന്നുകൊണ്ട് PR-നെ കുറിച്ച് സംസാരിക്കുന്നത്. എല്ലാം കേൾക്കുമ്പോഴാണ് ചിരി വരുന്നത്. പക്ഷെ ഇതിനെയും കേൾക്കാനും ഇത് കാണാനും അല്ലെങ്കിൽ ആൾക്കാരുണ്ടെന്നുള്ളതാണ്. അവരെന്താണ് ചിന്തിക്കാത്തതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തോ ആയിക്കോട്ടെ. ഏതായാലും ഇന്ന് അനുമോള് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവിടെ നെവിൻ എന്തെല്ലാം വൃത്തികേടുകൾ കാണിക്കുന്നു, നെവിൻ എന്തെല്ലാം കാണിച്ചു കൂട്ടുന്നു, ലാലേട്ടന്റെ എപ്പിസോഡിൽ വരെ എന്തെല്ലാം കാണിക്കുന്നു. എന്നിട്ട് ലാലേട്ടന്റെ മുന്നിൽ കൊഞ്ചി കുഴഞ്ഞ് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നു. എന്നെ ഇവിടെ എന്തൊക്കെ ചെയ്തു, അല്ലെങ്കിൽ കഴിഞ്ഞോട്ട് ഞാൻ എന്തിനാണ് ഫുഡ് എടുത്ത് കഴിച്ചത്, ഇതൊന്നും എന്നെ പറയാനും വിട്ടില്ല. എന്നാൽ നെവിൻ ആണെങ്കിൽ അവിടെ എന്ത് കാണിച്ചെന്ന് പറഞ്ഞാലും അതേക്കുറിച്ച് ഒരു വാക്ക് പോലും വീക്കെൻഡ് എപ്പിസോഡിൽ വരുന്ന ലാലേട്ടൻ പോലും ചോദിക്കുന്നില്ല. എന്തോ ഒരു ഫേവറിസം അവനോട് കാണിക്കുന്നുണ്ട്. അവൻ ചെയ്യുന്നതൊന്നും ബിഗ് ബോസിനും ലാലേട്ടനും പ്രശ്നമില്ല. ഞാൻ എന്തെങ്കിലും ചെറുതായിട്ട് ചെയ്തു കഴിഞ്ഞാൽ എന്നെ എടുത്തിട്ട് ഉടുക്കുന്നു എന്നാണ് ചുരുക്കത്തിൽ അവിടെ അനുമോള് പറഞ്ഞത്. നമ്മളും ഇതൊക്കെ തന്നെയാണ് വെളിയിലിരുന്നുകൊണ്ട് പറയുന്നത്. എന്നാലും വെളിയിൽ സംസാരിക്കുന്ന കാര്യങ്ങളാണെങ്കിലും അത് അനുമോൾ അവിടെ കൃത്യമായിട്ട് പറഞ്ഞു എന്നുള്ളതാണ്. അതിനുശേഷം അക്ബറിനെ കുറിച്ച് പറയുന്നുണ്ട്. അക്ബറിന് ഇവിടുന്ന് പോകത്തില്ല എന്നുള്ളത് അക്ബറിന് കൃത്യമായിട്ട് അറിയാം. അക്ബറിന് നിർദ്ദേശങ്ങൾ അതുപോലെ കൊടുത്തിട്ടാണ് അകത്തോട്ട് വിട്ടിരിക്കുന്നത്. ബിഗ് ബോസിൽ തന്നെ സഹായിക്കാൻ ആൾക്കാരുണ്ട് അക്ബറിന്. ആ ധൈര്യമാണ് അക്ബറിന് ഇവിടെ നിർത്തുന്നത്. സത്യമല്ലേ? അതിന് ഉദാഹരണം ഈ അനീഷും അനുമോളും ഷാനവാസും വരുന്ന പോളുകൾ മൊത്തം എടുത്തു നോക്കുക. അക്ബറും ഉള്ള പോളുകൾ എത്ര വോട്ടാണ് അക്ബറിന് കിട്ടുന്നത്? 10% കടക്കാൻ ലക്ഷങ്ങൾ വോട്ടിംഗ് നടക്കുന്ന സൈറ്റുകളിൽ പോലും യൂട്യൂബ് ചാനലുകളിൽ പോലും ഈ അക്ബറിന് ഒരു 10% കിടക്കാൻ മുഖ്യ മൂളിയൊക്കെയാ 10% കടന്നു എന്ന് പോകുന്നത്. അവിടുന്ന് എവിക്റ്റായി പോയ കണ്ടസ്റ്റൻസിനേക്കാൾ വോട്ട് കുറവാണ് ഇപ്പോൾ അക്ബറിന് നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ അക്ബറിനെ അവിടെ നിർത്തിയിരിക്കുന്നത് എന്തായാലും വെളുപ്പിച്ച് ടോപ്പ് 5-ൽ എത്തിച്ച് പറ്റുമെങ്കിൽ ഒരു കപ്പും കൂടെ കൊടുത്തുവിടാമെന്നുള്ള രീതിയിലാണ്. പക്ഷെ കപ്പൊന്നും കൊടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്തായാലും ടോപ്പ് 5-ലേക്ക് കൊണ്ടുവരാൻ മാക്സിമം ശ്രമിക്കും. അതുപോലെ നെവിന്റെ കാര്യം, ഇന്ന് നെവിനെ കുറിച്ചും ലാലേട്ടനെ കുറിച്ചും ഒക്കെ ഇന്ന് അനുമോള് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ബിഗ് ബോസ് അങ്ങ് ഉണർന്നു. എന്നിട്ട് നെവിനെ ഇതൊന്നും തമാശയല്ല എന്ന് പറഞ്ഞിട്ട് ഇതുവരെയും പറയാത്ത ബിഗ് ബോസ് ഇന്നൊന്ന് ഉണർന്ന് സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നി. എന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ കണ്ണിലൊന്ന് പൊടിയിടാൻ. അപ്പം ലാലേട്ടൻ വന്ന് എന്ത് പറയുന്നറിയാമോ? വീക്കെൻഡ് എപ്പിസോഡിൽ ഒന്ന് ലാലേട്ടൻ പറയാൻ പോകുന്നത്, ഇവിടെ ആർക്കാണ് ഫേവറിസം? ഇവിടെ ഞങ്ങൾ ആരുടെ ഫേവറിസം കാണിച്ചിട്ടില്ലല്ലോ. നിങ്ങൾ എല്ലാവരും കണ്ടതല്ലേ? നെവിൻ അവിടെ കിടന്ന് ഉറങ്ങിയപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു, അതുപോലെ നെവിൻ അവിടുന്ന് കോപ്രായങ്ങൾ കാണിച്ചപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കണ്ടേ? അത് ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഇട്ടുകൊടുത്ത ഒരു സാധനം. നെവിനെ ഇതുവരെ എന്തെല്ലാം കാണിച്ചിരിക്കുന്നു, ഇതിലും വലിയ സംഭവങ്ങളൊക്കെ അവിടെ നടന്നിട്ട് നെവിനെ ഒരു വാക്ക് പോലും പറയാത്ത ബിഗ് ബോസ് ഇന്ന് അനുമോൾ എന്തായാലും ഒന്ന് ഉണർത്തി വിട്ടു എന്നുള്ളതാണ്. എന്നുവെച്ചാൽ നിങ്ങള് മനസ്സിൽ കാണുമ്പോൾ അനുമോള് മാനത്ത് കണ്ടു എന്നുള്ളതാണ്. അപ്പൊ അവിടെയുള്ള അനുമോള് ഇങ്ങനെ ഒന്ന് പറഞ്ഞപ്പോ തന്നെ ബിബിക്ക് നല്ലതുപോലെ കൊണ്ടു എന്നുള്ളതാണ്. എന്തായാലും വീക്കെൻഡ് എപ്പിസോഡിൽ ഇത് ചോദിക്കോ ഇല്ലയോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം മറ്റൊന്നുമല്ല, വീക്കെൻഡ് എപ്പിസോഡുകളിൽ ലാലേട്ടൻ ഒന്നും ചോദിക്കാറില്ല. അനുമോളെ വേണമെങ്കിൽ ക്രൂശിക്കാൻ വേണ്ടി വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ഇതിനകത്ത് പിടിച്ച് അനുമോളെ ഒന്ന് ഇതാക്കിയിട്ട് ഇവിടെ ബിഗ് ബോസ് അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല എന്നൊക്കെ അറിയിക്കാൻ വേണ്ടി ഒരു നാടകമൊക്കെ കളിക്കാൻ വരും എന്നുള്ളതല്ലാതെ നെവിൻ എന്താണ് നിങ്ങളോട് ചെയ്തത് എന്നാൽ നിങ്ങൾ പറയൂ. എന്താണ് ഞങ്ങൾ നെവിനെ കുറിച്ച് പറയാതിരുന്നത്? വീക്കെൻഡ് എപ്പിസോഡിൽ ഞാൻ നിങ്ങളെല്ലാവരും ഒരുപോലെയല്ലേ കാണുന്നത്? ഞാൻ എന്ത് ഫേവറിസമാണ് ഈ കാണിച്ചത് എന്നൊന്നും ചോദിക്കാനുള്ള ധൈര്യം ഉണ്ടോ? അല്ലെങ്കിൽ ആ അനുമോളെ ഒന്ന് സംസാരിക്കാൻ അനുവദിക്കുമോ? ഇടയ്ക്കൊന്നും കയറാതെ അനുമോൾക്ക് പറയാനുള്ളതെല്ലാം പറയൂ എന്ന് പറയാനുള്ള ധൈര്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ അനുമോൾ ഇതിൽ കൂടുതൽ അവിടെ നിന്നുകൊണ്ട് പറയും. എന്നുവെച്ചാൽ ലാലേട്ടനോട് റെസ്പെക്റ്റിലൊക്കെ വെച്ച് സംസാരിക്കുന്നുണ്ട്. പക്ഷെ ലാലേട്ടൻ അങ്ങോട്ട് തുടങ്ങുമ്പോൾ തന്നെ, അനുമോൾ എന്തെങ്കിലും പറയാൻ തുടങ്ങുമ്പോൾ തന്നെ അവിടെ ഒരു തട ഇടുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരെ വെച്ച് ഒരു തട ഇടുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്, സംസാരിക്കാൻ വിടാതെ. പക്ഷെ അനുമോളെ പറ്റി ആരും കുറ്റം പറയുവാണെങ്കിൽ അതിന് നിന്ന് കൊടുക്കുകയും ചിരിച്ചു കൊടുക്കുകയും മിണ്ടാതിരിക്കുകയും ചെയ്യുന്ന ലാലേട്ടനെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തായാലും ഇന്ന് അനുമോളുടെ ആ ഒരു ചോദ്യം ഒന്നൊന്നര ചോദ്യമായിരുന്നു. എന്തായാലും ബീവിക്ക് കൊണ്ടിട്ടുണ്ട്. ഇതേ സാധനം കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ആദിലയും സംസാരിച്ചിരുന്നു. അക്ബർ വെളിയിൽ പോകില്ല, നെവിൻ വെളിയിൽ പോകില്ല, ഇവർക്കെല്ലാം ആരും വെളിയിൽ പോകില്ല, ഇവർക്കെല്ലാം വെളിയിൽ ആളെ സെറ്റ് വെച്ചിട്ടുണ്ട് ബിഗ് ബോസ് ഹൗസിനകത്ത്, ബിഗ് ബോസിൽ തന്നെ ക്രൂ മെമ്പേഴ്സിനിടയിൽ എന്ന് ആദില പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ഞാൻ കേട്ടതാണ്, എനിക്കത് ഉറപ്പാണ്.
ഞാനത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെ എടുക്കണം. ഒരുപാട് റെക്കോർഡിങ് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് എനിക്ക് ഇവിടെ കിടപ്പുണ്ട്. ഞാനത് തപ്പിയെടുക്കണം. അപ്പൊ ആദിലയും ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഫേവറിസം എന്നുള്ളത് നമ്മൾ മാത്രമല്ല പറയുന്നത്, അവിടെ അകത്തുള്ളവർക്കും ഇതൊക്കെ മനസ്സിലാകുന്നുണ്ട് എന്നുള്ളതാണ്. അതിനുശേഷം ടാസ്കിൽ ജയിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നീ ഒരു ഗെയിമർ ആണോടി എന്നൊക്കെ ചോദിക്കുന്ന ഒരാളുണ്ടായിരുന്നു, നെവിൻ. ഇന്ന് ബിഗ് ബോസ് കൊടുത്ത ഫൈനാലെ ടാസ്ക് എല്ലാരും കണ്ടു കാണും. ആ കമ്പിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കണം. അവിടെ നെവിൻ കാണിച്ച കോപ്രായങ്ങള്, ഇത്രയും ആരോഗ്യമൊക്കെ ഉള്ള അക്ബർ, നെവിന്, ഇവരെല്ലാം ഔട്ടായിട്ടും അനുമോൾ അവിടെ നിൽപ്പുണ്ടായിരുന്നു. എന്താന്ന് വെച്ചാൽ അപ്പൊ ഇവരെല്ലാം നല്ല ടാസ്ക് കളിക്കുന്ന സമ്മതിച്ചല്ലേ പറ്റൂ, അനുമോളാണല്ലോ. സാബുമാനൊപ്പവും ഈ പറയുന്ന നൂറയും അനുമോളും പിടിച്ചു നിന്നു എന്നുള്ളതാണ്. അനുമോള് 2-2.5 മണിക്കൂറിന് മേളിൽ പിടിച്ചു നിന്നിട്ടാണ് അവസാനം കൈവിട്ടത്. എന്നാലും നല്ല ബെസ്റ്റായിട്ട് ഗെയിം കളിച്ചു. അതുപോലെ തന്നെയാണ് ആര്യൻ. ആ കൈവിട്ടു, നമ്മൾ കണ്ടതാണ്. ഇനി അത് സ്ലോ മോഷനിലൊക്കെ എടുത്ത് കാണിച്ചിട്ട് ഇപ്പൊ എന്തായാലും അവിടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ആരും കൈവിടുന്നത് ഞാൻ 2 പ്രാവശ്യമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ ആരും അതിനെ കൃത്യമായിട്ട് കൈവിട്ടു എന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസിനോട് കൃത്യമായിട്ട് കംപ്ലൈന്റ് ചെയ്യുന്നില്ല. ചുമ്മാ ബിഗ് ബോസ് എന്ന് വിളിച്ച് സാഹുമോനോട് പറയുന്നു എന്നുള്ളതല്ലാതെ, അല്ലെങ്കിൽ അത് നോക്കണം, അത് കറക്റ്റ് ആണ്, ഞാൻ അത് ചലഞ്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അവിടെ ആര്യം പെട്ടേനെ. പക്ഷെ ലാസ്റ്റ് എന്താണ് പറ്റിയത്? ആര്യൻ അവിടെ ചലഞ്ച് ചെയ്തു. ആര്യം പറഞ്ഞു ബിഗ് ബോസ് ഇവിടെ എന്റെ സാഹുമാൻ കൈവിട്ടു എന്നാ ഉറപ്പിച്ചവൻ പറയുന്നുണ്ടായിരുന്നു. ബിഗ് ബോസ് അത് നോക്കണം എന്ന് പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ബിഗ് ബോസ് അവിടെ സാഹുമാനെ ഔട്ടാക്കിയത്. എന്തായാലും സാഹുമാൻ നല്ലൊരു ഗെയിമറാണ്, നല്ല കളിച്ചു. ആ ടാസ്ക് നല്ല കളിച്ചു. ഈ പറഞ്ഞ അനുമോള് ഗെയിമർ അല്ല, അനുമോള് ടാസ്ക് ജയിച്ചിട്ടുണ്ടോ, നീ ടാസ്ക് കളിക്കുമോ, നീ ചുമ്മാ ഇവിടെ വന്നിട്ട് നടക്കുവാണ് എന്നൊക്കെ പറയുന്ന നെവിന്റെ മുന്നിൽ എന്തായാലും തലവിരിച്ച് നിൽക്കാൻ പറ്റുന്ന ടാസ്കുകളൊക്കെ ഈ 1-2 ആഴ്ചയായിട്ട് 3 ആഴ്ചയോളം ആയിട്ട് അനുമോള് കളിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അനുമോളെ ഗെയിമർ അല്ല എന്ന് പറഞ്ഞ് തള്ളിപ്പറഞ്ഞവർക്കെല്ലാം വായടച്ച് ഇരിക്കേണ്ട ഒരു അവസ്ഥയിൽ ഇപ്പം അനുമോൾ ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വെളിയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ, വെളിയിൽ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ, വെളിയിൽ പബ്ലിക് പറയുന്ന കാര്യങ്ങളൊക്കെ അകത്തിരുന്നുകൊണ്ട് കൃത്യമായിട്ട് അനുമോള് ബിഗ് ബോസിനോട് തന്നെ തുറന്നു പറഞ്ഞു എന്നുള്ളതാണ്. എന്തായാലും വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടന് അനുമോളെ കുറയാനുള്ളൊരു സാധനമായി. അതിനെ വളച്ചൊടിച്ച് ഒരു ലെവലിലാക്കിയാലേ ലാലേട്ടൻ പോത്തുള്ളൂ. ലാലേട്ടൻ പിന്നെ പറയും, നിങ്ങൾ മറ്റാരുടെയും ഇതിൽ വീഴാതെ നിങ്ങൾ നല്ല കളിക്കുന്നവർക്ക് മാത്രം നിങ്ങൾ വോട്ട് ചെയ്യൂ എന്ന് പറയും. എന്തായാലും അക്ബറിനെക്കാളും നെവിനെക്കാട്ടിലും എല്ലാം നല്ലൊരു ടാസ്ക് കളിക്കാനും ഒക്കെ ഈ പറഞ്ഞ അനുമോൾക്ക് പറ്റുമെന്നുള്ളത് അനുമോളും തെളിയിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇനി മുന്നോട്ടുള്ള ദിവസങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ പറയുന്ന അനുമോള, അനീഷ്, ഷാനവാസ്, ഈ 3 പേര് അവരെന്തായാലും നെഗറ്റീവ് ആക്കിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് നിങ്ങളാരും അതിൽ വീഴാതിരിക്കുക. കപ്പെടുത്ത് എങ്ങനെയെങ്കിലും ആര്യന്റെയോ ഈ പറയുന്ന നെവിന്റെയോ അക്ബറിന്റെ കൈ കൊടുക്കണം എന്നാണ്. ഇപ്പൊ നമ്മുടെ എല്ലാം കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് മറ്റൊരു സംഭവം ചെയ്യും. ഈ ആര്യൻ, അക്ബർ, നെവിൻ, ഇതിനകത്ത് ഒരാളെ ചിലപ്പോൾ പുറത്താക്കും. മിഡ് വീക്ക് എവിക്ഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എവിക്ഷൻ പറഞ്ഞിട്ട് ചിലപ്പോൾ പുറത്താക്കാൻ സാധ്യതയുണ്ട്. ഞാനൊരു സാധ്യതയാണ് പറയുന്നത്. എന്നിട്ട് ബി വന്നു കിടന്ന് ന്യായീകരിക്കും, ഞങ്ങൾ ആർക്കും ഫേവറിസം കാണിക്കുന്നില്ല എന്നുള്ളത്. അതും ഒരു കണ്ണിൽ പൊടിയിടലാണ്. അക്ബറിനെ പുറത്താക്കിയാൽ അവിടെ ആര്യനുണ്ട്, നെവിനുണ്ട്. ഈ 2 പേരിൽ ഈ 2 പേര് ടോപ്പ് 5ലേക്ക് പോകും, നിങ്ങൾ ഉറപ്പിച്ചു. അതുപോലെ തന്നെ അവിടെ ഈ 3 പേരിൽ ഒരാൾ ഔട്ടായാലും 2 പേര് ടോപ്പ് 5ലേക്ക് ഉണ്ടാവുന്ന കാര്യത്തിൽ ഉറപ്പാണ്. എന്ന് വെച്ചാൽ നൂറയെ എന്തായാലും ടോപ്പ് 5ലോട്ട് വിടത്തില്ല, അത് 100% ഉറപ്പാണ്. ആദില പെട്ടി എടുത്തുകൊണ്ട് പോകും. ഇപ്പൊ നൂറ് ഔട്ടാക്കിയെങ്കിൽ ആദില പെട്ടി എടുത്തുകൊണ്ട് പോകും. അല്ലെങ്കിലും ആദില നൂറെ ഒരാൾ പെട്ടി എടുക്കുന്നുള്ള കാര്യം 100% ഉറപ്പാണ്. പറയാൻ പറ്റത്തില്ല. അക്ബർ പറഞ്ഞിട്ട് ഞാനും എടുത്തുകൊണ്ട് പോകുന്നു. ഇനി അക്ബർ കാശിന് വേണ്ടിയാണോ ഇനി അക്ബർ അവിടെ നിർത്തിയേക്കുന്നത് എനിക്കറിയത്തില്ല. ഇനിയിപ്പോ കാറിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞു കൊടുക്കാം, അടുത്ത ആഴ്ച ഈ ടാസ്ക് വരുന്നുണ്ട്, പണപ്പെട്ടി ടാസ്ക് വരുന്നുണ്ട്, നീ നൈസായിട്ട് അവിടെ നിന്ന് പണപ്പെട്ടി എടുത്തുകൊണ്ട് പൊയ്ക്കോ എന്ന് വേണമെങ്കിലും പറഞ്ഞു വിട്ടിരിക്കാം. ഓക്കെ, എന്തായാലും ആദിലയും നൂറയും ഇതെടുക്കും എന്നാണ് പറയുന്നത്. ഏതായാലും ഒരു ഫേവറിസം തുറന്നു കാണിച്ച അനുമോൾക്കാണ് ഇന്നത്തെ ഒരു കുതിരപ്പവൻ ഇരിക്കട്ടെ എന്ന് ഞാൻ പറയത്തുള്ളൂ. എന്തായാലും വളരെ സന്തോഷമായി അത് കേട്ടപ്പോൾ. അതുപോലെ തന്നെ ക്യാപ്റ്റൻസി, 3 പേര് ക്യാപ്റ്റൻ, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, 8-9 പേർക്ക് വേണ്ടിയിട്ട് 3 പേര് ക്യാപ്റ്റൻ ആയാൽ പിന്നെ 6 പേർക്ക് ഇത്രയും ക്യാപ്റ്റന്മാരോ, 3 ക്യാപ്റ്റന്മാരോ. അപ്പൊ എന്നിട്ട് കിച്ചണില് ഒരു ക്യാപ്റ്റൻ, വെസലിൽ ഒരു ക്യാപ്റ്റൻ, ഫ്ലോറിൽ ഒരു ക്യാപ്റ്റന്മാരുടെ ബഹളമാണ് ഇപ്പം. എന്തായാലും ബിഗ് ബോസിന് എന്തോ മൊത്തത്തിൽ കൈവിട്ടു പോയെന്ന് മനസ്സിലായി. കാരണം മറ്റൊന്നുമല്ല, മാക്സിമം ആദ്യം മുതലേ നോക്കുന്നുണ്ട് വെളുപ്പിച്ച് കൊണ്ടുവരാൻ, ഒന്നും നടക്കുന്നില്ല. ഇനിയിപ്പോ അറ്റ കൈയൊക്കെ പ്രയോഗിച്ച് നോക്കുകയാണ് എന്തെങ്കിലുമൊക്കെ നടക്കുമോ എന്നുള്ളത്. 18ാമത്തെ അടവെന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. എന്തായാലും ഇതെല്ലാം പബ്ലിക് കണ്ടുകൊണ്ടിരിക്കുമല്ലേ. എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ. ബിഗ് ബോസ് കത്രിക വെച്ചു എന്നുള്ളതാണ്. ഈ പറഞ്ഞ അനുമോള് പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം ബിഗ് ബോസ് അവിടെ കത്രിക വെച്ചു എന്നുള്ളതാണ് മെയിനായിട്ട് പറയാനുള്ളത്. അതുപോലെ തന്നെ സാബുമാനും പറയുന്നുണ്ട് ഇവിടെ ഫേവറിസം കാണിക്കുന്നതിനെ കുറിച്ച്. നെവിൻ
നെവിനെയും അതുപോലെ തന്നെ അക്ബറിനെയും ആര്യനും ഇവിടെ ഫേവറിസം ഉണ്ട്, ബിബിയുടെ ഭാഗത്തു നിന്ന് എന്തോ ഫേവറിസം ഉണ്ടാകുന്നുണ്ട് എന്നുള്ള രീതിയിൽ സാബുമാനും പറഞ്ഞിരുന്നു. അവിടെയും കത്രിക വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പൊ എഡിറ്റർക്ക് ഭയങ്കര പണിയായിരിക്കും, ബിഗ് ബോസിന്റെ എഡിറ്റർക്ക്. എന്താണെന്ന് വെച്ചാൽ ഇനി സത്യങ്ങളൊക്കെ ഒരുപാട് വെളിയിൽ വരും. അനുമോളൊക്കെ ഇനി വിളിച്ചു പറയാൻ സാധ്യത കൂടുതലാണ്. അനുമോൾ ഇപ്പം ഞാൻ ആദ്യം മുതലേ പറയുന്നുണ്ട്, അനുമോൾക്ക് ഇപ്പോൾ ഒരു കപ്പ് കൊണ്ട് വെളിയിലോട്ട് ഇറങ്ങണമെന്നൊന്നും ആഗ്രഹമൊന്നുമില്ല. അനുമോൾക്ക് അവിടെ 100 ദിവസം നിൽക്കണമെന്നാണ് ആഗ്രഹം. അല്ലാതെ അനുമോൾക്ക് ഇപ്പൊ കപ്പ് കിട്ടുമെന്നോ അല്ലെ ആ കപ്പ് പ്രതീക്ഷിച്ചോ ഒന്നും ഗെയിം കളിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അനുമോൾ. പക്ഷെ അനുമോളായി കപ്പ് എടുക്കൂ എന്നാണ് എന്റെ മനസ്സ് ഇപ്പോൾ പറയുന്നത്. പലർക്കും പല സത്യങ്ങളും മനസ്സിലായതുകൊണ്ട്. അതുപോലെ അനീഷ് കപ്പ് എടുക്കുക. ഞാൻ ഇനി ബിബിയുടെ കള്ളത്തരങ്ങളൊന്നും നടന്നില്ലെങ്കിൽ, നടക്കാൻ ഇനി കള്ളത്തരങ്ങൾ എന്ന് പറഞ്ഞാൽ ഇനി നടക്കാൻ ചാൻസ് കുറവാണ്. ഇനി നെഗറ്റീവ് ആക്കിയിട്ട് ഒന്ന് ശ്രമിക്കാം. പക്ഷെ ആ വോട്ടിങ്ങിൽ പരാബലം വന്നാലല്ലേ അതിനകത്തൊരു പ്രശ്നം ഉണ്ടാക്കാൻ പറ്റൂ. ഇപ്പൊ അനീഷും അനുമോളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും കാണത്തില്ല. ഒരു ചെറിയ ഒരു 5%, 6% ആ ഒരു രീതിയിലായിരിക്കാം മേളിലും താഴെയായിട്ടൊക്കെ നിൽക്കുന്നത്. എൻ്റെ ഒരു ഇതിൽ പറയുകയാണ്. പക്ഷെ അതിന് താഴോട്ട് വരുന്നവർ ആരെങ്കിലുമൊക്കെ വേണ്ടേ ഇവിടുന്ന് കപ്പെടുത്തുകൊണ്ട് കൊടുക്കാൻ? ഈ കൂട്ടത്തിൽ വേറെ ആരാ ഉള്ളത്? ഷാനവാസ് ആണ് പിന്നെ ഉള്ളത്. ഷാനവാസ് അപ്പോഴും ഈ അനുമോൾക്കും ഈ പറയുന്ന അനീഷിനും കുറച്ചുകൂടെ താഴെയാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പം ഈ 3 പേരെ കവർ ചെയ്തുകൊണ്ട് ഈ നിൽക്കുന്ന ഫേവറിസം കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ നിൽക്കുന്ന നെവിനോ ആര്യനോ അക്ബറിനോ കപ്പെടുത്തു കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി എന്തെങ്കിലുമൊക്കെ മായാജാലങ്ങളൊക്കെ നടക്കണം. പിന്നെ ഇവരൊക്കെ വിചാരിച്ചാൽ വലിയ വലിയ മായാജാലങ്ങളൊക്കെ നടത്താൻ പറ്റുമെന്ന് നമ്മൾ പല സീസണുകളിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതായത് ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ എടുത്തു പറയത്തക്ക ഒന്നുമില്ല ഈ എപ്പിസോഡിലൊന്നും ഇല്ല. പ്രത്യേകിച്ച് കണ്ടന്റ് എന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കണ്ടന്റുകളൊക്കെയാണ് ഇപ്പൊ എങ്ങനെയെങ്കിലും തട്ടിമുട്ടി ഓടിച്ചൊരു 3 ആഴ്ച കൂടെ കൊണ്ടുപോയി ഇതൊക്കെ നിർത്തുക എന്നുള്ളതാണ് ബിബിയും തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മറ്റൊന്നുമല്ല, അവിടെ കണ്ടന്റുകളില്ല. കണ്ടന്റ് കൊടുക്കേണ്ടവരെ എല്ലാം അക്ബറിന് വേണ്ടിയിട്ട് ഒരുപാട് പുറത്താക്കി. അക്ബറിന് വേണ്ടി തന്നെയാണ് പുറത്താക്കിയെന്ന് ഞാൻ പറയത്തുള്ളൂ. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം.